നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. GNM കോഴ്സിന് കേരളത്തിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്, ഏതൊക്കെ അസോസിയേഷൻ വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്, ആപ്ലിക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് 3 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. കേരളത്തിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലെയും പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലെയും GNM കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ +2ൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ആരംഭിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലെ GNM കോഴ്സിൻ്റെ അഡ്മിഷൻ നടത്തുന്നത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നീ 2 അസോസിയേഷനുകൾ വഴിയാണ്. കേരളത്തിലെ പല സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും GNM കോഴ്സ് ഉണ്ട്. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ GNM കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലാതെ മറ്റ് വിഷയങ്ങൾ പഠിച്ച കുട്ടികൾക്കും അപേക്ഷിക്കാം. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ അഡ്മിഷനു വേണ്ടി കോളേജുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യണം. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഇല്ല. ഗവൺമെൻറ് കോളേജുകളിൽ GNM കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി DME അഥവാ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, DHS അഥവാ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് എന്നീ 2 അസോസിയേഷനുകൾ വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. +2-ൽ 40% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. +1ലെയും +2ലെയും മാർക്കാണ് അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നത്. DHSൻ്റെ കീഴിൽ കേരളത്തിലെ 14 ജില്ലകളിലും നഴ്സിംഗ് സ്കൂളുകൾ ഉണ്ട്. DHS വഴി കേരളത്തിലെ 14 ജില്ലകളിലെ നഴ്സിംഗ് സ്കൂളുകളിലേക്ക് അപേക്ഷകൾ നൽകാം. ഒരു ജില്ലയിലുള്ള കുട്ടിക്ക് ആ കുട്ടി താമസിക്കുന്ന ജില്ലയിലെ നഴ്സിംഗ് സ്കൂളിലേക്ക് മാത്രമാണ് അപേക്ഷ നൽകാൻ സാധിക്കുന്നത്. അതുകൂടാതെ SC/ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമായി കൊല്ലത്ത് ആശ്രമം നഴ്സിംഗ് സ്കൂളും ഉണ്ട്. DHSലും DMEയിലും ജനറൽ നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടാതെ മറ്റ് വിഷയങ്ങൾ എടുത്ത് പഠിച്ച കുട്ടികൾക്കും അപേക്ഷിക്കാം. എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച കുട്ടികളുടെ അഭാവത്തിൽ മാത്രമാണ് മറ്റ് വിഷയങ്ങൾ പഠിച്ച കുട്ടികളെ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നത്. DMEയുടെ കീഴിൽ 3 ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകൾ ആണ് ഉള്ളത്. ഇതിൽ 2 നഴ്സിംഗ് സ്കൂളിൽ SC കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രവും 1 നഴ്സിംഗ് സ്കൂളിൽ ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രവുമാണ് അപേക്ഷിക്കാവുന്നത്. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലാണ് ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകൾ DMEയുടെ കീഴിൽ ഉള്ളത്. ജനറൽ നഴ്സിംഗ് പഠിച്ചതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പഠിച്ചാൽ BSc നഴ്സിംഗിന് തുല്യമാകും. ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകളിൽ GNM കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. അതുകൂടാതെ വളരെ തുച്ഛമായ ഫീസ് മാത്രമേ പഠനത്തിനു വേണ്ടി ചിലവാകുകയുള്ളൂ. GNM കോഴ്സിനു വേണ്ടി കേരളത്തിലും കേരളത്തിന് പുറത്തും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളും ഉണ്ട്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. GNM കോഴ്സിന്റെ പഠനത്തിന് വേണ്ടി സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോളേജിന് അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം അഡ്മിഷൻ എടുക്കുവാൻ. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി എന്നിവയെല്ലാം ഉണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ച് അറിയണം. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്കും റിസർവേഷൻ ഉണ്ട്. അതുകൂടാതെ സ്പോർട്സ് കോട്ട റിസർവേഷൻ സീറ്റുകളും ഉണ്ട്. കേരളത്തിൽ +2ൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളിലെയും പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂളിലെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച കുട്ടികൾക്കാണ് മുൻഗണന. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച കുട്ടികൾക്കാണ് മുൻഗണന. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കാത്ത കുട്ടികളുടെ അഭാവത്തിൽ മാത്രമാണ് മറ്റു വിഷയങ്ങൾ പഠിച്ച കുട്ടികളെ പരിഗണിക്കുന്നത്. DHSലെയും DMEയിലെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. GNM കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പഠിച്ചാൽ BSc നഴ്സിംഗ് പഠിച്ച കുട്ടികളുടേതുപോലെ തന്നെ തുല്യമാണ്. 4 വർഷത്തെ BSc നഴ്സിംഗ് ഡയറക്റ്റ് പഠിക്കുന്നതും 3 വർഷത്തെ ജനറൽ നഴ്സിംഗ് പഠിച്ചതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം 1 വർഷത്തെ കോഴ്സിന്റെ ദൈർഘ്യം മാത്രമാണ് കൂടുതൽ ഉള്ളത്. അതല്ലാതെ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവുകയില്ല. കേരളത്തിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ജോലി ലഭിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.